നമസ്കാരം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. മനുഷ്യജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുകയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ചെയ്യുന്നു എന്നാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത്. എന്നാൽ ഒരായിരങ്ങൾക്ക് ജീവിതത്തിന് മാതൃക സൃഷ്ടിക്കുന്ന ഒരാശ്രമം കൊല്ലത്തുണ്ട്. കൊല്ലത്തെ തില്ലേരി ആശ്രമമെന്ന സെൻറ്റ് ആൻ്റണീസ് ഫ്രയർ. പൂവാലികളും പന്നികളും ആടുകളും വാഴത്തോട്ടവും വാത്തയുമൊക്കെയായി കൃഷി വിസ്തൃത വാതായനങ്ങളിലേക്ക് പുരോഗമിക്കുകയാണ്. ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ഈ തിരുനാൾ വേളയിൽ കൊല്ലം തില്ലേരി ആശ്രമത്തിലെ ഫാം കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം. ലോകമെമ്പാടും വിശുദ്ധവാരത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈസ്റ്ററിനെ വരവേൽക്കുവാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു. പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സ്നേഹസങ്കീർത്തനങ്ങൾ എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. ഈസ്റ്റർ നിരവധി സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. തിന്മയും അസത്യവുമൊക്കെ കുറച്ചു നാളത്തേക്കെങ്കിലും വിജയിക്കുമെങ്കിലും ആത്യന്തികമായ വിജയം നന്മയുടെയും സത്യത്തിൻ്റേതുമാണ്. മഹാഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് വളഞ്ഞ വഴികളിലൂടെ പോകാതെ കഷ്ടപ്പെട്ടാണെങ്കിലും സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. ഇതാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. കൊല്ലത്തെ തില്ലേരി ആശ്രമത്തിലേക്കാണ് ഹരിതം സുന്ദരം കടന്നുചെന്നത്. കേരളത്തിലെ അപൂർവം കപ്പുച്ചിൻ സന്യാസ ഭവനങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ തില്ലേരി ആശ്രമം. സെന്റ് ആന്റണീസ് ഫ്രയർ എന്നറിയപ്പെടുന്ന കപ്പുച്ചിൻ സന്യാസ സഭയ്ക്ക് 900 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. ഫ്രാൻസിസ് ഓഫ് അസീസി സ്ഥാപിച്ചതാണ് കപ്പുച്ചിൻ സന്യാസ സഭ. പൂവാലി കൂടാരത്തിലേക്കാണ് ഞങ്ങൾ ചെന്നത്. വിസ്തൃതമാണ് കപ്പുച്ചിൻ ആശ്രമത്തിലെ പൂവാലി കൂടാരം. 21 അടി ഉയരത്തിലും 60 അടി നീളത്തിലും 45 അടി വീതിയിലുമാണ് പൂവാലി കൂടാരം. കാറ്റ് അനായാസേന ഒഴുകിയിറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ സൃഷ്ടി. ക്ലേശങ്ങൾ തീരെയില്ലാതെ പൈക്കൾക്ക് നിൽക്കണം. അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് കപ്പുച്ചിൻ സന്യാസി സഭ. 1-ാം തരം കോൺക്രീറ്റ് തറകൾ തന്നെ പൈക്കൾക്കായി പണിതു. വെയിലിൻ്റെ വീറിനെ തടയുവാൻ ഫൈബർ കോട്ട ടിൻഷീറ്റുകളുടെ മേൽക്കൂരയുണ്ട്. അതാകട്ടെ GI പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്നു. കുളമ്പ് തേയാതെ നിൽക്കുവാൻ 1-ാം തരം റബ്ബർ മാറ്റുകൾ കരുതി. സങ്കരയിനം പൈക്കൾക്ക് കുറഞ്ഞത് 50 ലിറ്റർ ശുദ്ധജലമെങ്കിലും ദിനവും വേണം. അതിനും ഒട്ടും കുറവ് വരുത്തിയില്ല. സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ തന്നെ ഓരോ പൈക്കളുടെയും മുന്നിലുണ്ട്. വൃത്തിയും വെടിപ്പുമാണ് കപ്പുച്ചിൻ സന്യാസി സഭയുടെ പൂവാലി കൂടാരങ്ങളിൽ കാണുന്നത്. തൊഴുത്ത് വൃത്തിയാക്കുവാൻ എപ്പോഴും ആളുണ്ട്. വീഴുന്ന വളം അപ്പപ്പോൾ തന്നെ മാറ്റും. പ്രഷർ പമ്പുകൾ ഉപയോഗിച്ചുള്ള വൃത്തിയാക്കൽ തകൃതിയായി നടക്കുന്നുണ്ട്. അമ്പതോളം വരും പൈക്കളുടെ നിര. ഫാമാകുമ്പോൾ ഒരു മിശ്രിതം തന്നെ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ആശ്രമത്തിന്. അതുകൊണ്ട് തന്നെ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, ജേഴ്സി, സുനന്ദിനി എന്നീ ഇനത്തിലുള്ള പൈക്കൾ വന്നു. കുറഞ്ഞ പാലളവ് എന്ന ഒരു സ്റ്റാൻഡേർഡ് ആശ്രമത്തിനുണ്ട്. 20 ലിറ്റർ പാലിൽ കുറഞ്ഞവയെ നിർത്താറില്ല. ഹോൾസ്റ്റൈനാണ് മുന്നിൽ. എല്ലാ പൈക്കൾക്കും 25 ലിറ്ററോളം പാലുണ്ട്. കറവ മെഷീനിലാണ് കറവ. അത് കൃത്യമായി പ്രയോഗിക്കുവാൻ തൊഴിലാളികൾ ഒപ്പമുണ്ട് താനും. വാക്വം പ്രഷറിലാണ് കറവയന്ത്രം കറവ സാധ്യമാക്കുക. എളുപ്പത്തിൽ പാൽ കറക്കാം, ശുദ്ധതയുള്ള കറവ എന്നിവയാണ് ഇതുകൊണ്ടുള്ള മേന്മ. രാവിലെ 5-നും ഉച്ചയ്ക്ക് 2-നുമാണ് കറവ. ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളുമാണ് കറവയന്ത്രത്തിന്റെ ഘടകങ്ങൾ. അകിട് വൃത്തിയാക്കി ടീറ്റ് കപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വാക്വം പമ്പുകൾ പ്രവർത്തിക്കുകയായി. മിനിറ്റിൽ 52 പ്രാവശ്യം വരുന്ന സങ്കോച വികാസങ്ങളിലൂടെ പാൽ കറവ സാധ്യമാക്കും. പാലൊഴുക്ക് ഗ്ലാസ് ട്യൂബിലൂടെ കാണുകയും ചെയ്യാം. പശുവളർത്തലിലെ ബോണസാണ് പൈക്കിടാങ്ങൾ. പശുക്കിടാങ്ങളെ പ്രത്യേക സംരക്ഷണം നൽകി വളർത്തും. 3 മാസം വരെ അമ്മ പശുവിൻ്റെ പാൽ തന്നെയാണ് കുട്ടികളുടെ ആഹാരം. 3-ാം മാസം അന്ത്യത്തിൽ അത് കാഫ് സ്റ്റാർട്ടറിലേക്ക് മാറും. ശരീരഭാരം നോക്കിയാണ് പാൽ കറന്ന് പൈക്കൾക്ക് കൊടുക്കുക.
കിടാങ്ങൾക്കായി പ്രത്യേക ഒരു കൂടാരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൈക്കിടാങ്ങളെ ആശ്രമത്തിൽ തന്നെ വളർത്തിയെടുക്കുകയാണ് പതിവ്. 18 മാസമെത്തിയാൽ അവ കിടാരികളായി. അപ്പോഴേക്കും അവർ മറ്റൊരു കൂടാരത്തിലേക്ക് മാറും. 1.5 വർഷത്തിനുള്ളിൽ തന്നെ പൈക്കിടാങ്ങളെ ചെനപിടിപ്പിക്കണം എന്നതാണ് വിജയത്തിന്റെ മന്ത്രം. എല്ലാ വർഷവും ഓരോ കിടാങ്ങൾ, അതാണ് മാതൃക. പൈക്കലുടെ കൂടാരത്തിൽ എല്ലാ ദിവസവും ലൂഷ്യസ് അച്ഛൻ എത്തും. കൊല്ലത്തെ തില്ലേരി ആശ്രമത്തിന്റെ നായകനാണ് ഫാദർ ലൂഷ്യസ്. ലൂഷ്യസ് അച്ഛനും ക്ലീറ്റസ് അച്ഛനുമാണ് മൊത്തം കാർഷിക കാര്യങ്ങളുടെയും ചുമതല. പാൽ വിൽപ്പനയും വരവും ചെലവുമൊക്കെ നോക്കി ഫാമിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരുവാൻ ലൂഷ്യസ് അച്ഛന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. പൈക്കളോട് ഒപ്പം നിൽക്കുവാൻ 2 മുറ എരുമകളെ കൂടി അച്ഛൻ കൂട്ടിയിട്ടുണ്ട്. ഹരിയാനക്കാരാണ് മുറ എരുമകൾ. താരതമ്യേന ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നതാണ് മുറ എരുമകളുടെ മേന്മ. വളഞ്ഞ കൊമ്പുകളും തിളങ്ങുന്ന കണ്ണുകളും ഉറച്ച കുളമ്പുകളും ഉറച്ച മേനിയുമാണ് മുറയെ വ്യത്യസ്തമാക്കുന്നത്. പൊതുവെ അരുമകളായ മുറ എരുമകൾക്ക് എപ്പോഴും ജലധാര വേണം. അവരുൾപ്പെടെയുള്ള പൂവാലി വൃന്ദത്തെ നോക്കിയും കണ്ടുമൊക്കെ കുളിപ്പിക്കുവാൻ അച്ഛൻ തന്നെ മുന്നിലുണ്ട്. ലൂഷ്യസ് അച്ഛൻ്റെ തേച്ചു കുളിപ്പിക്കൽ അവരും ആസ്വദിക്കുന്നുണ്ട്. സാന്ദ്രീകൃത തീറ്റയും പുല്ലുമാണ് പൈക്കളുടെ പ്രധാന ആഹാരം. കറവയില്ലാത്തതും ചെനയില്ലാത്തതുമായ പൈക്കൾക്ക് ദിവസവും 2 കിലോ തീറ്റ വേണം. കറവയുള്ളവർക്കാണെങ്കിൽ പ്രത്യേക റേഷനാണ്. പാലളവനുസരിച്ചാണ് അത് ക്രമപ്പെടുത്തുക. 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്നതാണ് അളവ്. അതൊക്കെ കൃത്യമായി അളന്ന് പാത്രങ്ങളിൽ എത്തിക്കുവാൻ ജീവനക്കാരുണ്ട്. പച്ചപ്പുല്ല് യഥേഷ്ടം വേണം. അതിനായി 1 ഏക്കർ പറമ്പിൽ തന്നെ കൃഷിയുണ്ട്. കോങ്കോ സിഗ്ലനാണ് മുഖ്യം. ഫാമിൽ നിന്ന് പോകുന്ന വളത്തിന്റെ ഒരു ഭാഗവും വെള്ളവും ചേർത്ത് നേർപ്പിച്ച സ്ലറിയാണ് അവർക്ക് വളം. 45-ാം പക്കം തന്നെ തീറ്റപ്പുൽ കൊയ്തെടുക്കാം. വർഷത്തിൽ 1 പ്രാവശ്യത്തെ നടിയിൽ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. തീറ്റപ്പുല്ലും സാന്ദ്രീകൃത തീറ്റയും ചേരുമ്പോൾ പൈക്കൾ യഥേഷ്ടം പാൽ ചുരത്തും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ വചനം. അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്ന ഇടമാണ് തില്ലേരി ആശ്രമത്തിലെ പൂവാലി കൂടാരം. തില്ലേരി ആശ്രമം എന്നറിയപ്പെടുന്ന സെൻറ് ആൻ്റണീസ് ഫ്രയറിയുടെ അച്ഛൻ ഫാദർ ലൂഷ്യസ് നമ്മോടൊപ്പം ഉണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ തിരുനാൾ വേളയിൽ അദ്ദേഹം കൗമുദി TV-യുടെ പ്രേക്ഷകരോടൊപ്പം ചില സല്ലാപങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമസ്കാരം. പീഡാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ചേർന്ന ഒരു വലിയ ഓർമ്മ പുതുക്കലിൻ്റെ ദിവസം കൂടിയാണ് ഈസ്റ്റർ. എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ ഇവിടെ? ഇവിടുത്തെ ഈസ്റ്റർ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു പരമ്പരാഗതമായ 100 വർഷം പഴക്കമുള്ള ഒരു കപ്പൂച്ചിൻ സന്യാസ സഭയുടെ ആശ്രമമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞങ്ങളുടെ തിയോളജി അച്ഛനാകാൻ പഠിക്കുന്ന കുട്ടികളുടെ അവസാനത്തെ സ്റ്റേജിലെ ഫോർമേഷൻ്റെ ഹൗസും കൂടെയാണ്. 35 കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ഈസ്റ്ററിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് വിശുദ്ധവാരം, ഇന്ന് തിങ്കൾ തൊട്ട് ഈ ആഴ്ച മൊത്തം വിശുദ്ധവാരം എന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ വ്യാഴാഴ്ച, ഓശാന ഞായറാഴ്ച കഴിഞ്ഞു. ഇനി വലിയ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, പിന്നെ ഈസ്റ്റർ സൺഡേ. ഈ 3 ആഘോഷങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നടത്തുന്നത്. ഇതൊരു പബ്ലിക് ഓറട്ടറി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരാധനകളുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഇൻമേറ്റ്സായ ഞങ്ങൾ ഏകദേശം 50 ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ആഘോഷങ്ങളും എല്ലാം ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിട്ട് ഞങ്ങൾ പങ്കുവെക്കും. ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അലസതയുടെ കരം ദാരിദ്ര്യത്തെ വരുത്തി വയ്ക്കും. അതെ. സ്ഥിരോത്സാഹിയുടെ കരം സമ്പത്ത് നേടുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥിരോത്സാഹമാണ്. കാരണം ഇപ്പം ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും വ്യാപൃതരാണ്. അപ്പോൾ നല്ല രീതിയിൽ അതിന് സമ്പത്ത് നേടാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം അത് ഞങ്ങളുടെ സന്യാസ സഭയുടെ, ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ്റെ ഒരു ക്യാരിസം കൂടെയാണ്. പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച വേറൊരു വിശുദ്ധനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷി, ഫാമിങ് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പുതിയ തലമുറ അത്ര വലിയ താല്പര്യമില്ലെങ്കിലും പഴയ തലമുറ എല്ലാ ആളുകളായ ഞങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട്.
ഇപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാവരും അത്യാവശ്യം മിക്കവാറും എല്ലാവരും തന്നെ കൃഷി എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് സഹജമാണ്. അച്ഛൻ തന്നെ നേരിട്ട് വന്ന് പശുക്കളെ കുളിപ്പിക്കുക, പന്നി ഫാമിലെത്തുക, ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഇവിടെ വള്ളാച്ചന്മാരിൽ 2-3 പേർക്ക് അതിന് പ്രത്യേക ഒരു ക്യാരിസം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ഞാനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ കോഴിയും എന്നാ പറയുക പശു വന്നതുകൊണ്ട് അതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. പിന്നെ ഓൾ ദ മോർ ഫ്രാൻസിസ്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രാൻസിസ്കനിസം പ്രത്യേകം പഠിച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ക്യാരിസം ഞങ്ങളുടെ ഇതായിട്ട് പറയാനായിട്ടുള്ളതും ഇതാണ്. ഫ്രാൻസിസ് പ്രകൃതിയെ അത്രയേറെ സ്നേഹിച്ച വിശുദ്ധനാണ്. അപ്പം അതും ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു സംതൃപ്തി നമുക്കിതിനകത്തുണ്ട്. ഈ മൃഗങ്ങളെ വളർത്തുന്നതിലും അതുപോലെ ഒരു കൃഷി ചെയ്ത് നമ്മളൊരു വാഴ വെച്ച് അതിൻ്റെ കൊല അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത്രയും വലിയൊരു സന്തോഷം അതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾക്കിങ്ങനെ നമ്മളുണ്ടാക്കുന്നു, അതുപോലെ തന്നെ നമുക്കത് കൊടുക്കാനും വളരെ സന്തോഷമാണ്. പൂവാലി കൂടാരത്തിന് ഒപ്പം ചേർന്ന് മുയലുകൾക്കായി ഒരിടമുണ്ട്. ന്യൂസിലൻഡ് വൈറ്റാണ് പ്രധാന ഇനം. ഗ്രേ ജയന്റും ഒപ്പം കൂടിയിട്ടുണ്ട്. പൈക്കൂടാരത്തിലെ വളം തന്നെയാണ് വാഴത്തോട്ടത്തിലേക്ക് പോവുക. 500ഓളം വാഴകളുള്ള സമൃദ്ധമായ ഒരു തോട്ടം തന്നെ കപ്പുച്ചിൻ സന്യാസ സഭയിലുണ്ട്. ടിഷ്യൂ കൾച്ചർ വാഴയാണ് പ്രധാനം. മാറുന്ന പ്രകൃതിയെ വെല്ലുവിളിച്ച് നിൽക്കുന്നവരാണ് ടിഷ്യൂ കൾച്ചർ വാഴകൾ. വളം കൃത്യമായ അളവിൽ ചേർന്നാൽ അവരും ചൈതന്യം കാട്ടും. തൊട്ടടുത്ത് തന്നെ പന്നിക്കൂടാരമുണ്ട്. ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെയാണ് പന്നി വ്യാപാരം നടക്കുക. അതിന് തില്ലേരി ആശ്രമം നേരിട്ട് നേതൃത്വം നൽകും. പന്നികൾക്കായും വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉറച്ച കോൺക്രീറ്റ് തറ വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ തേറ്റ കൊണ്ട് അവ എല്ലാം ഇടിച്ചു പൊളിക്കും. അരമതിലും കോൺക്രീറ്റ് ചെയ്താണ് നിലനിർത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് വിശ്രമിക്കാനും ഡ്രെയിനേജിനുമൊക്കെ പ്രത്യേക ഇടങ്ങളുണ്ട്. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറാണ് പ്രധാന താരം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 150 കിലോഗ്രാം ഭാരമെത്തുന്നവരാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ എന്ന ശീമപ്പന്നികൾ. വടക്കേ ഇംഗ്ലണ്ടിലെ ഓൾഡ് ലാർജ് യോർക്ക്ഷയറും ചൈന പന്നികളും തമ്മിലുള്ള സങ്കരമാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ പന്നികൾ. മികച്ച മാതൃഗുണമുള്ള പന്നികളാണ് യോർക്ക്ഷയർ. ഒറ്റ പ്രസവത്തിൽ 12 മുതൽ 14 വരെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കും. അവയ്ക്കായി നന്നായി പാലൂട്ടുകയും ചെയ്യും. 3 മാസവും 3 ആഴ്ചയും 3 ദിവസവുമാണ് പന്നികളുടെ ഗർഭകാലം. നഗരത്തിലെ വിവിധ ഹോസ്റ്റലുകളുടെ അവശിഷ്ടം തന്നെയാണ് പന്നികളുടെ പ്രധാന തീറ്റ. ലാൻഡ്രേസ് ഒരു ഡാനിഷ് ഇനമാണ്. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറിന്റെ അത്രയും നീളം വരില്ല. ഉടൽ കുറുകിയതാണെങ്കിലും ലാൻഡ്രേസിന് മാതൃഗുണം കൂടുതലാണ്. പൂർണ്ണ വളർച്ചയെത്തുന്ന 1-ാം വർഷം അന്ത്യത്തിൽ 120 കിലോയെങ്കിലും ഭാരമെത്തുന്നവരാണ് ലാൻഡ്രേസ്. ഡ്യൂറോക്ക് എന്ന ഇംഗ്ലണ്ടിന്റെ വിഖ്യാത ഇനത്തെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ആശ്രമം. 1800കളിലാണ് ഡ്യൂറോക്ക് എന്ന ജനുസിന്റെ ഉദയം. കൃത്യമായി പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് അവർ ഉദിച്ചത്. ആഫ്രിക്കയിലെ ബെർക്ക്ഷയർ പന്നികളുമായി ഇണചേർന്നുണ്ടായവരാണ് ഡ്യൂറോക്ക് പന്നികൾ. കൊഴുപ്പ് കുറവാണ്, രുചികരമായ മാംസമാണ് എന്നുള്ള മേന്മയൊക്കെ ഡ്യൂറോക്കിനുണ്ട്. കപ്പുച്ചിൻ ആശ്രമത്തിലെ ജീവജാലങ്ങൾക്ക് പ്രത്യേക വെറ്ററിനറി പരിരക്ഷയുണ്ട്. കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർമാരെത്തിയാണ് അത് നൽകുക. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും പൂവാലി കൂടാരത്തിലും പന്നിക്കൂടാരത്തിലും പരിശോധനയുണ്ട്. രോഗങ്ങളോ സാംക്രമിക രോഗങ്ങളോ ഒക്കെ തന്നെ അപ്പോൾ കണ്ടുപിടിക്കപ്പെടും. കൃത്യമായ ചികിത്സാ വിധിയും നൽകും. പൈക്കളുടെയും പന്നികളുടെയും ഒക്കെ പ്രജനനം വളരെ പ്രധാനമാണ്. ഓരോന്നിൻ്റെയും പ്രായം, മതിചക്രം ഇവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കും. പൈക്കളുടെ ഇനമനുസരിച്ച് മികച്ച ബീജമാത്രകൾ നൽകുന്നതിലും ശ്രദ്ധ വേണം. അതിനൊക്കെയും ഡോക്ടർമാരുടെ സഹായമുണ്ട്. നഗരത്തിന് നടുവിൽ ഇത്രയും കൃഷിഭൂമിയുള്ള മറ്റൊരു ദേവാലയം ഉണ്ടാവില്ല. കുറവായിരിക്കും, സാധ്യതയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് അല്പം കൂടി വികസിപ്പിക്കേണ്ടതല്ലേ? അതിനുള്ള വികസിപ്പിക്കേണ്ടതാണ് കുറച്ചുകൂടെ. പക്ഷേ അതിന് നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ കുറവാണ്. പക്ഷേ അത് ചെയ്യണമെന്നുണ്ട്. ഞങ്ങളിപ്പം ഞങ്ങളുടെ ഒരു ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അത് ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയാവുന്ന വിധത്തിൽ ഞങ്ങൾ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. തില്ലേരി ആശ്രമത്തിലെ ആടുകൂടാരത്തിലേക്ക് ചെന്നു. എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപകൽ ഘോഷിക്കും എന്ന് പറയുന്നത് പോലെയാണ് ആടുകൂടാരത്തിലെ കാര്യങ്ങൾ. അവിടെയൊക്കെയും ചൈതന്യമുള്ള ആടുകൾ വിലസുന്നുണ്ട്. അവയ്ക്ക് നിൽക്കുവാൻ പാകത്തിൽ സ്ലാറ്റ് ഫ്ലോറുകൾ ഒരുക്കിയിട്ടുണ്ട്. വൃത്തിയും വെടിപ്പുമാണ് ആടുകൂടാരത്തിൻ്റെ പ്രത്യേകത. ജാംന പാരി,
ബീറ്റൽ, മലബാറി എന്നീ ഇനങ്ങളാണ് പ്രധാനം. ബീറ്റലിനെയും ജാംനാപ്പാരിയെയും ഒക്കെ ആശ്രമം ഉപയോഗിക്കുന്നത് മലബാറി ആടുകളുമായി സങ്കരപ്രജനനം നടത്തുവാനാണ്. ഉയർന്ന ഭാരമുള്ള കുട്ടികളെ കിട്ടാനാണ് ഈ വിദ്യ പ്രയോഗിക്കുക. ആടുകളിൽ അന്തർപ്രജനനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഓരോ വർഷവും മുട്ടന്മാരെ മാറ്റും എന്ന അടവാണ് ഇതിനായി സ്വീകരിച്ചിരിക്കുക. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കുകയേയില്ല. ചൈതന്യവും ഊർജ്ജപ്രവാഹവുമുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ ഈ തന്ത്രം സ്വീകരിച്ചേ തീരും. ആടുകൂടാരത്തിന് ഒപ്പം ചേർന്ന് നിൽക്കുവാൻ 2 നാടൻ പൈക്കലുണ്ട്. ബെച്ചൂരും കാസർഗോഡ് ഡോർഫും. നാടൂരി പാലേ ഉള്ളുവെങ്കിലും മാറുന്ന പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് നാടൻ പൈക്കൽ. ചെറിയ പൂണിയും ഉറച്ച കുളമ്പും നിലത്ത് മുട്ടുന്ന വാലുമൊക്കെയാണ് അവരുടെ അഴക്. ഇതാ ഞാൻ പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് വാർത്തകൾ വിളിച്ചു പറയുന്നത് പോലെ തോന്നി. പച്ചിലപ്രിയരായ ചൈനീസ് വാർത്തകളും ആശ്രമത്തിലുണ്ട്. അവരോട് ഒപ്പം ചേർന്ന് മണിത്താറാവുകളും. ശുഭ്രശോഭയുള്ള തൂവലുകളാണ് ചൈനീസ് വാർത്തകളുടേത്. ചുണ്ടിലും കാലിലും മഞ്ഞ നിറം, കരിങ്കറുപ്പ് കണ്ണുകൾ. വാർത്ത യഥാർത്ഥത്തിൽ ഒരു സൈന്യമാണ്. വാർത്തപ്പട്ടാളം എന്നാണ് അവരെ ആശ്രമത്തിൽ അറിയപ്പെടുക. ഉരകങ്ങൾ അവരുടെ 7 ഇലത്ത് വരില്ല. പാദങ്ങൾ ഭൂമിയിൽ പതിച്ചുള്ള ആ നടത്തം മതി അവരെ ഓടിക്കുവാൻ. വാർത്തകൾക്കും മണിത്താറാവുകൾക്കും നീന്തി കുളിക്കുവാൻ വിശാലമായ കുളങ്ങളുണ്ട്. പൊയ്കയിലുള്ള നീരാട്ട് അവരും ഇഷ്ടപ്പെടും. ആ കാഴ്ച തന്നെ ഹൃദയഹാരിയാണ്. വാർത്തകൾക്കും മണിത്താറാവുകൾക്കും അടയിരിക്കുവാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആശ്രമത്തിൽ. ഭൂമി കുഴിച്ച് അതിലേക്ക് തൂവൽ പൊഴിച്ചിട്ട് അതിലേക്കാണ് വാർത്തകൾ മുട്ടകൾ നിക്ഷേപിക്കുക. പകൽ പൂവനും രാത്രി പെടയും അടയിരിക്കും. 32 ദിവസമാണ് അടവിരിയൽ കാലം. വിരിഞ്ഞിറങ്ങുന്ന എല്ലാ വാർത്തക്കുഞ്ഞുങ്ങളെയും ആശ്രമം സംരക്ഷിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് എന്ന ബൈബിൾ വചനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സ്വന്തമാക്കി വെക്കുന്നില്ല ആശ്രമം. കുറെയെങ്കിലും സ്നേഹിക്കുന്നവർക്ക് നൽകുക എന്നതാണ് കപ്പുച്ചിൻ സഭയുടെ മന്ത്രം. ഫാദർ ലൂഷ്യസ് ഹരിതം സുന്ദരത്തോട് മനസ്സ് തുറന്നു. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഒരു ഫാം നടത്തുമ്പോൾ പശുവിൻ്റെ ഫാമാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു പുൽകൃഷി ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ. അസുഖം വരുന്നത് ആണ് ഏറ്റവും കൂടുതൽ. അകിട് വീക്കവും അങ്ങനെയൊക്കെ വരുന്നത് കുറച്ച് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് പരിചരിക്കാമെങ്കിൽ ഇതെല്ലാം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോൾ വിളിച്ചാലും ഒരാളില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒരാളില്ലെങ്കിൽ അയാൾ വേറെ ഒരാളിനെ ഏൽപ്പിച്ച് തരും, അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഞങ്ങൾക്കിവിടെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ആരാണ് ഈ പാലിൻ്റെ ആവശ്യക്കാർ? പാലിൻ്റെ നമ്മൾ ആദ്യം നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ പാല് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഉദ്ദേശം. പക്ഷേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നല്ല പാല് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ബാലൻസ് വരുന്നത് നമ്മൾ മിൽമയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഐസ്ക്രീം ഫാക്ടറി ഉണ്ട്, ദേവൂസ് ബേക്കറി, അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പാലെടുത്ത് വിൽക്കുന്ന 2 മനുഷ്യർ, സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ നിന്ന് എടുത്തിട്ട് അവർ കൊണ്ടുപോയി ജീവനത്തിൻ്റെ മാർഗമായിട്ട് അവരങ്ങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും മേഖലകളിലാണ്. നാളെക്കുറിച്ചുള്ള ആകുലതകളില്ല. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊള്ളും എന്നാണ് വചനം. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് അനുദിനം നന്മ ചെയ്യുന്നതിലാണ് ശ്രദ്ധ. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ് എന്നതും ഓർക്കുന്നുണ്ട്. നമ്മുടെ കൗമുദി ടിവിയിലെ പ്രേക്ഷകർ ഈ ഈസ്റ്റർ പ്രോഗ്രാമായി നമ്മുടെ ഈ ഹരിതസുന്ദരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ഈ വിശുദ്ധ വാരത്തിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം കൂടി പറയും. വിശുദ്ധ വാര ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോഴെനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ള സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ. അത് ഇപ്രകാരമാണ്. ക്രിസ്തു പറയുന്നത് തൻ്റെ ജനത്തോട്, തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട്, ക്രിസ്തു ശിഷ്യരോട് ആയിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, ഇനി കുറച്ച് നാൾ കൂടെ മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന തരുന്നു. കൽപ്പന ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം.
മാത്രമല്ല നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന്. അപ്പോൾ ക്രിസ്തു ശിഷ്യരെ തിരിച്ചറിയാനായിട്ട് ഈശോ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് എന്താണ്? പരസ്പര സ്നേഹമാണ്. അപ്പോൾ ഈശോയുടെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹത്തോടും സമാധാനത്തോടും എല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ്. ഉദ്ധിതനായ ഈശോ തന്നെ കാണുന്ന ആളുകൾക്കെല്ലാം നൽകുന്ന സന്ദേശം ഇതാണ്: സമാധാനം, സമാധാനം, സമാധാനം. ഇന്ന് നമുക്ക് ഏറ്റവും അന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമാധാനത്തോടുകൂടെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ, അതാണ്. അപ്പോൾ ഉദ്ധിതനായ ഈശോ എല്ലാവർക്കും നൽകുന്നത് ഈ സമാധാനമാണ്. ബംഗാളി സാഹിത്യത്തിൽ അസ്തമിക്കുവാൻ പോകുന്ന സൂര്യൻ്റെ ഒരു കഥയുണ്ട്. അതിതാണ്: സൂര്യൻ വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ചോദിക്കുന്നു, ഞാൻ ഈ ഭൂമിയുടെ ആഴിയുടെ ആഴങ്ങളിലേക്ക് പോവുകയാണ്, ഞാൻ പോയിക്കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ചൂടും പ്രകാശവും ആര് നൽകുമെന്ന്. സൂര്യൻ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കഴുത്തിനൊപ്പം ജലത്തിലെത്തുന്നവരെ സൂര്യൻ ഈ ചോദ്യം ചോദിച്ചു. ആരും ഉത്തരം പറഞ്ഞില്ല. എന്നാൽ അങ്ങ് മലമുകളിൽ നിന്ന് ഒരു മിന്നാമിനുങ്ങ് പറന്നുയർന്നുകൊണ്ട് പറഞ്ഞു, സൂര്യദേവ, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. നീ പൊയ്ക്കഴിഞ്ഞാലും എന്നാൽ കഴിയുന്ന വിധത്തിൽ മരിച്ചു മരവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് ഞാൻ ചൂടും പ്രകാശവും നൽകാമെന്ന്. കത്തിജ്വലിച്ച് കടന്നുപോയ, സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയ, പാഠം നൽകിയ ഈശോയെ പോലെ, ക്രിസ്തുവിനെ പോലെ കത്തിജ്വലിക്കുവാനായിട്ട് നമുക്കാർക്കും സാധിക്കുകയില്ല. എന്നാൽ മിന്നാമിനുങ്ങുകളായിട്ട് വർത്തിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. മരിച്ച് മരവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് ചൂടും സമാധാനവും സന്തോഷവും നൽകാനായിട്ട് ചെറിയ മിന്നാമിനുങ്ങുകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വർത്തിക്കാം. അപ്പം സ്നേഹപൂർവ്വം എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി. സമാധാനത്തോടെ പോകുക എന്നതാണ് ഇത്തവണത്തെ ഈസ്റ്റർ സന്ദേശം. നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടാകട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു എന്ന ബൈബിൾ വചനം ഓർക്കാം.